പറഞ്ഞു വന്നത് ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് പോരാടിയ രക്തസാക്ഷികളായ ജവാന്മാരുടെ മൃതദേഹങ്ങൾ അത് വീട്ടിലെത്തിക്കാൻ വേണ്ടി ശവപ്പെട്ടികൾ വാങ്ങി. ആ ശവപ്പെട്ടികൾ വാങ്ങിയ കാര്യത്തിൽ വരെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ വൃത്തികെട്ട കഥ. അത്രയും വൃത്തികെട്ട ഒരു അഴിമതി ഉണ്ടാകാൻ പറയാം. ശവപ്പെട്ടിന്റെ മേൽ അഴിമതി നടത്തുക, അതും ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷികളായ ജവാന്മാർക്ക് വേണ്ടി വാങ്ങിയ അവരുടെ ഡെഡ് ബോഡീസ് വീടുകളിൽ എത്തിക്കാൻ വേണ്ടി ശവപ്പെട്ടി വാങ്ങിയ വിഷയത്തിൽ വരെ RSS സർക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയത് വെളിച്ചത്ത് വരികയും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വാജ്പേയിയുടെയും അദ്വാനിയുടെയും നേതൃത്വത്തിലുള്ള RSS ഭരണകൂടം വിചാരണ ചെയ്യപ്പെടുകയും പാർലമെന്റ് സ്തംഭിച്ചു നിൽക്കുകയും പാർലമെന്റ് സ്തംഭനം പതിവാകുകയും ചെയ്ത സന്ദർഭത്തിലാണ് പൊടുന്നനെ ഒരു ദിവസം ഡിസംബർ 13 ഇന്ത്യയുടെ പാർലമെന്റ് തന്നെ ആക്രമിക്കപ്പെടുന്നത്. ആ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൽ 5 തീവ്രവാദികൾ അതിൽ പങ്കെടുത്തു, അവർ കൊല്ലപ്പെട്ടു. അല്ല, 6 പേർ പങ്കെടുത്തു, കൊല്ലപ്പെട്ടു എന്നാണ്. 5-6 എന്താണ് വീഹി കൗലാനി എന്ന് പറയും. അങ്ങനെ 2 റിപ്പോർട്ടുകളാണുള്ളത്. കോഴിക്കോട് 5-6 ഉണ്ടാക്കിയത് 5 എടുക്കാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇന്നേക്ക് ഈ ദിവസം 15-ാം തീയതി 7 മണി വരെ ഈ ദിവസം വരെ ഇന്നേക്ക് ഈ 5 ആളുകളിൽ ആരുടെയെങ്കിലും പടം ഏതെങ്കിലും പത്രത്തിൽ കണ്ടിട്ടുണ്ടോ? അവരുടെ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടില് ഒരു മൊബൈൽ ഫോൺ അടിച്ചാൽ, ഏതെങ്കിലും ഒരാൾ മൊബൈൽ ഫോൺ മോഷ്ടിച്ചാൽ ഓന്റെ ഫോട്ടോ വരുത്തിച്ചതിന് പേപ്പറിൽ മൊബൈൽ മോഷ്ടാവും പിടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓന്റെ ഫോട്ടോ കൊടുക്കും. അങ്ങനത്തെ ഒരു നാട്ടില് ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിച്ച ഈ വീരശൂര കേസരികളുടെ പടം അതൊന്നും വരണ്ടേ? ഇതുവരെ ഒരു പത്രത്തിൽ അടിച്ചു വന്നില്ലല്ലോ. അവരുടെ ഫോട്ടോ ഇല്ല, അവരുടെ പേരില്ല, ഊരില്ല, തള്ളാര തന്താര ഒന്നുമില്ല. 5 വന്നു മാത്രമില്ല. ഇതെന്ത്? ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷയുള്ള സ്ഥലമാണ്. അവിടെ പോയിരിക്കറിയാം. അവിടെ ആക്രമിച്ച ആളുകളുടെ പടം ഇതുവരെയും പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. അവരുടെ മേൽവിലാസം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്? എന്താരും ചോദിക്കാത്തത്? പത്രക്കാരൊക്കെ ഒരാളുടെ പടം കിട്ടാൻ വേണ്ടി എത്ര പാടുപെടുന്ന നമുക്കറിയാം. ഒരാൾ മരിച്ചാൽ അയാളുടെ പടം കിട്ടാൻ വേണ്ടി പത്രക്കാരിങ്ങനെ കയറി ഇറങ്ങുമല്ലോ. ഇവരുടെ പടം ഒരു പത്രാധിപരും ചോദിക്കാത്തത്. അവിടെ തുടങ്ങുന്ന സുഹൃത്തുക്കളെ അതിന്റെ നിഗൂഢത. അതാണ് ഞാൻ പറഞ്ഞത്. RSSഉം BJPയും എന്തെല്ലാം പ്രതിസന്ധികളിൽ പെടുന്നുണ്ടോ അങ്ങനെ പ്രതിസന്ധികളിൽ പെടുമ്പോഴാണ് ഇന്ത്യയിൽ എപ്പോഴും ഭീകരാക്രമണം നടക്കുക. ഇപ്പം ശവപ്പെട്ടി അഴിമതിയുടെ പേരിൽ BJP ഭരണകൂടം പ്രതിസന്ധിയിൽപ്പെട്ടപ്പോ പെട്ടെന്ന് ഭീകരാക്രമണം നടന്നു. ആൾക്കാർ ഗുണം കിട്ടിയതിലും ശവപ്പെട്ടി കുമ്പോളം ആളുകൾ മറന്നു. പാർലമെന്റ് സ്തംഭനം ഒഴിവായി. കാര്യങ്ങൾ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി. പക്ഷെ ആരാ ആക്രമിച്ചത്? നോ ഐഡിയ. ഇതില് 2 ആളുകൾക്ക് കോടതി വധശിക്ഷ കൊടുത്തിരുന്നു. അതിലൊരാള് പ്രൊഫസർ SAR ഗിലാനി, സയ്യിദ് അബ്ദുറഹ്മാൻ ഗിലാനി. ഞാൻ വ്യക്തിപരമായി അടുത്തറിയുന്ന ഒരു സുഹൃത്താണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. മൂപ്പരെ ആണ് 1 വധശിക്ഷയ്ക്ക് വിധിച്ചത്. മൂപ്പരെ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പ്രൊഫസറൊക്കെ ആയതുകൊണ്ട് ഡൽഹിയിൽ കാലങ്ങളായി മനുഷ്യാവകാശ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് കുറെ ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരും വക്കീലന്മാരൊക്കെ ഇറങ്ങി പണിയെടുത്ത് കേസും 3 ആയി നീങ്ങിയപ്പോൾ മൂപ്പരെ വെറുതെ വിട്ടു. വധശിക്ഷയ്ക്ക് വിധിച്ച ആളാണ്. മൂപ്പരെ പിന്നെ വെറുതെ വിട്ടു. ഇപ്പൊ അയാൾക്ക് പോലീസിന്റെ Z കാറ്റഗറിയിൽ ഒരാളാണ്, Y കാറ്റഗറിയിൽ ഒരാളാണ്. പോലീസ് സുരക്ഷ തന്നെ കൊടുക്കുന്നത് കോടതി പറഞ്ഞു. അതാണ് ഒരാൾ. രണ്ടാമത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് അഫ്സൽ ഗുരു. ഈ അഫ്സൽ ഗുരു ഇപ്പോഴും തിഹാർ ജയിലിൽ കിടപ്പുണ്ട്. മുമ്പൊരു
ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റിനോട് കത്തയച്ചിട്ട് ഇങ്ങനെ എന്നെ അകത്തിടുന്നതിൽ നല്ല എന്നെ കൊന്നുതരുന്നതാണ്, അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്നെ പെട്ടെന്ന് കൊന്നുതരണം എന്ന് പറഞ്ഞിട്ട് കത്തയച്ചു. ആ ഇരുട്ടുമുറിയിൽ കുറെ കൊല്ലായി കിടക്കുന്നു. തീറ്റയും വിസർജനവും ഒക്കെ ഈ ഇരുട്ടുമുറി തന്നെയാണ്. ഒരു പാവം പയ്യൻ ഒരു ചെറിയ കുട്ടിയുടെ തപസ്സും എന്ന് പറഞ്ഞിട്ട് ഭാര്യ തപസ്സും ഒരു ചെറിയ മകനുണ്ട്. ഇയാള് ഈ അഫ്സൽ ഗുരു ജയിലിലായിരിക്കുമ്പോൾ തന്റെ വക്കീൽ മുഖേന ജഡ്ജിക്ക് അയച്ച ദീർഘമായ ഒരു കത്തുണ്ട്. ഞാൻ ആ കത്ത് 3-4 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അഫ്സൽ ഗുരുവിനെതിരെയുള്ള ചാർജ്, പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അഫ്സൽ ഗുരുവിനെതിരെയുള്ള ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആക്രമണത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ആളുകളെ, ഞാൻ നേരത്തെ പറഞ്ഞ ഊരും പേരും തിരിയാത്ത, നമുക്ക് ഇതുവരെ തിരിഞ്ഞു കിട്ടിയിട്ടില്ലാത്ത ആളുകളെ ഡൽഹിയിൽ കൊണ്ടുവന്നാക്കി, ഡൽഹിയിൽ കൊണ്ടുവന്നിറക്കി എന്നുള്ളതാണ് ഇങ്ങനെക്കെതിരെയുള്ള ചാർജ്. ഞാൻ ഇതിത്ര വിശദമായിട്ട് പറയുന്നതിനാന്ന് ചോദിച്ചാൽ ബാക്കിയൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചാർജ് ഇതാണ്, ഇവരെ ഈ തീവ്രവാദികളെ ഡൽഹിയിൽ കൊണ്ടുവന്നാക്കി എന്നതാണ്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചാർജ് അഫ്സൽ ഗുരു നിഷേധിക്കുന്നില്ല. ഞാൻ കുറച്ച് ആളുകളെ ഡൽഹിയിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇവരെ ഇറക്കിയത്, ഇവരെ എന്നെ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് കശ്മീരിലെ ഹംഹാമ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ATS ആന്റി ടെററിസം സ്ക്വാഡിലെ സ്പെഷ്യൽ ഓഫീസർ ആയിട്ടുള്ള മേജർ ദവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. എന്ന് പറഞ്ഞാൽ ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ് എന്നെ ഇവരെ ഡൽഹിയിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു വന്നു. മുമ്പ് പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഇവരെ ഡൽഹിയിൽ കൊണ്ടുവന്നാക്കിയത്. കോടതിയിൽ ഇങ്ങനെയുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാളുടെ കൈവശമുണ്ടായിരുന്ന ഫോണിലേക്ക് അഫ്സൽ ഗുരുവിന്റെ ഫോണിൽ നിന്ന് കോളുകൾ പോയിട്ടുണ്ട്. അതിന്റെ കോൾ ഷീറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. അഫ്സൽ ഗുരു പറയുന്നു, സർ അതും ശരിയാണ്, പക്ഷെ നിങ്ങൾ ആ കോൾ ഷീറ്റിൽ എന്റെ കോൾ ഹിസ്റ്ററി നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇവരുമായി സംസാരിച്ചതിനേക്കാളും കൂടുതൽ തവണ ഞാൻ കേണൽ ദവീന്ദർ സിംഗുമായി സംസാരിച്ചതിന്റെ കോൾ ഹിസ്റ്ററി കിട്ടും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന, അതിലെ പ്രതിയാണെന്ന് പറയപ്പെടുന്ന അഫ്സൽ ഗുരുവിന് ഇന്ത്യൻ സൈന്യത്തിനോ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ട് എന്നല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ദവീന്ദർ സിംഗിനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ദവീന്ദർ സിംഗിനെ ചോദ്യം ചെയ്യാത്തത്? അപ്പോഴാണ് അതിന്റെ കഥ നമുക്ക് ചുരുളഴിഞ്ഞു വരിക. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ അഫ്സൽ ഗുരു എന്ന് പറയുന്ന കക്ഷി, അവൻ കാശ്മീരിലെ ഒരു സാധാരണ കുടുംബത്തിലെ പയ്യാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പഠിക്കുമ്പോൾ സാധാരണ കുട്ടികളെ പോലെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. മെഡിസിന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. മെഡിസിന് ചേരാൻ നിൽക്കുമ്പോഴാണ് കാശ്മീരിലെ ഈ തീവ്രവാദ പ്രസ്ഥാനം, ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനമൊക്കെ വരുന്നത്. അതിന്റെ ഭാഗമായി തീവ്രവാദ വിഘടനവാദ കാശ്മീർ വിമോചനവാദ സംഘടനയുടെ ഭാഗമായി പിന്നീട് അതിന് രാജിവെച്ചതിന് ശേഷം സാധാരണ രാജിവെച്ച എല്ലാ തീവ്രവാദികളും ചെയ്യുന്നത് പോലെ അവർക്ക് കിട്ടുന്ന ജോലിയാണ് മുഖ്ബിർ എന്ന് പറയുന്ന ജോലി, ഇൻഫോർമർ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ജോലിയാണ്. ആ ജോലി ചെയ്തു വരുന്ന ആളായിരുന്നു ഈ അഫ്സൽ ഗുരു. അതുകൊണ്ടാണ് ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ തന്നെ ഇവന്റെ അടുത്ത് ആളുകൾ ഏൽപ്പിക്കുന്നത്. അപ്പം ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പട്ടാള ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ തീവ്രവാദികളെ, പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്തു കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആളുകളെ അഫ്സൽ ഗുരുവിനെ ഏൽപ്പിക്കുന്നു. പക്ഷെ അവസാനം അഫ്സൽ ഗുരു മാത്രം ശിക്ഷയ്ക്ക് വിധേയനാകുന്നു. ഈ ദവീന്ദർ സിംഗിനെതിരെ ഒരു പെറ്റി കേസ് പോലും വരുന്നില്ല. അപ്പൊ അദ്വാനി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത്, RSSകാരനായിട്ടുള്ള അദ്വാനി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പട്ടാള ഉദ്യോഗസ്ഥന്റെ സഹായത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അതും BJPക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ. ഈ ഒരു ദുരൂഹത ഇന്റലിജൻസും പട്ടാള ഉദ്യോഗസ്ഥന്മാരും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ദുരൂഹത ഇന്ത്യയിലെ എല്ലാ ഭീകരാക്രമണങ്ങളുടെ കഥകൾ പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയും.
ഇത് വേറെ തമാശ. ഈ അഫ്സൽ ഗുരുവിനെ മാത്രമാണ് രക്ഷിച്ചത്. അത് വധശിക്ഷയുമാണ്. മൂപ്പരെ ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി വിധികളൊന്നും വായിക്കണം സുഹൃത്തുക്കളെ. അതിൽ ബഹുമാനപ്പെട്ട ജഡ്ജ് ഒരു പരാമർശം നടത്തുന്നു. അഫ്സൽ ഗുരുവിനെതിരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള പറയത്തക്ക തെളിവുകളൊന്നും കാണുന്നില്ല. ബട്ട് ടു സാറ്റിസ്ഫൈ ദ കളക്റ്റീവ് കോൺഷ്യസ് ഓഫ് ദ നാഷൻ, രാജ്യത്തിന്റെ പൊതുവായ വികാരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഇവരെ തൂക്കാം എന്നാണ് കോടതി വിധി പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയെ പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾക്ക് മൂച്ചി വരാന്ന് പിടിച്ചിട്ടുണ്ട്. ആ മൂച്ചി വരാന്ന് ശമിപ്പിക്കണമെങ്കിൽ അടക്കണമെങ്കിൽ ഇവരെ തൂക്കണം എന്നാണ്. RSS പിരാന്ത് പിടിച്ചില്ല. RSS ബഹളം വെക്കുകയാണ്. RSSകാരും അവരുടെ പത്രങ്ങളും, അത് എക്സ്പ്രസ് ആണെങ്കിലും പയനിയറാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും എല്ലാം ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. തൂക്ക് കിൽ ഹിം എന്ന മട്ടിൽ അഫ്സൽ ഗുരുവിനെതിരെ പിരാന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടു സാറ്റിസ്ഫൈ ദ കളക്റ്റീവ് കോൺഷ്യസ് ഓഫ് ദ നാഷൻ, ഇതാ വിധി പ്രസ്താവനയിലുള്ള സുഹൃത്തുക്കൾ എടുത്ത് വായിച്ചു നോക്കൂ. ഒരു മനുഷ്യനെ തൂക്കിലേറ്റാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ന്യായമാണ്. ഈ നിലയിൽ പാർലമെന്റ് ആക്രമണം മുതൽ ഇങ്ങോട്ട് ഏത് ഭീകരാക്രമണങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, സൂക്ഷ്മമായി പരിശോധിച്ചാലും, ദുരൂഹമായ സങ്കീർണമായ കുത്തുകളിൽ യോജിപ്പിക്കാൻ കഴിയാത്ത കഥകളുടെ ഒരു പരമ്പര തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആരാണ് ഇതിന്റെ പിന്നിൽ? പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, ഇതിലെല്ലാത്തിലും ഉപകാരം കിട്ടിയിട്ടുള്ളത്, അതിന് ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് RSSനും BJPക്കുമാണ്. ഇപ്പൊ മുംബൈ ആക്രമണങ്ങൾ എടുത്ത് പരിശോധിച്ചത് എന്താണെന്ന് പറയുന്നത് 25/11 മുംബൈയിലെ മറ്റേ താജ് ഹോട്ടലിലുമൊക്കെ നടന്നിട്ടുള്ള ആക്രമണം. അതിനെക്കുറിച്ച് ഈ പാർലമെന്റ് ആക്രമണത്തെ കുറിച്ച് ഞാനിങ്ങനെ ഒരു സോളിഡാരിറ്റിക്കാരൻ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മാത്രം പറയുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ചുരുങ്ങിയത് 2 പുസ്തകങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പാർലമെന്റ് ആക്രമണത്തിന്റെ കള്ളക്കഥകളെ കുറിച്ച് പറയുന്നു. ഒരു പുസ്തകം സമാഹരിച്ചിരിക്കുന്നത് അരുന്ധതി റോയിയാണ്. ലോക പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. December 13, The Strange Case of Attack on the Indian Parliament എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പ്രസിദ്ധീകരണാലയമല്ല, ലോകത്തിലെ തന്നെ മുൻനിര പ്രസാധനാലയമായിട്ടുള്ള ഇപ്പൊ പുസ്തകങ്ങളൊന്നും പ്രസിദ്ധീകരിക്കാത്ത പെൻഗ്വിൻ ബുക്സ് എന്ന് പറയുന്ന ലോക പ്രശസ്ത പുസ്തകാലയമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പുസ്തകം ഹാനിങ് അഫ്സൽ, ഫ്രെയിമിംഗ് ഗിലാനി, ദ സ്റ്റോറി ബിഹൈൻഡ് പാർലമെന്റ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് എഴുതിയിരിക്കുന്നത് നമ്മുടെ നന്ദിത ഹക്സൻ. ആരാ നന്ദിത ഹക്സൻ? പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കറിയാം. PA ഹക്സർ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഈ PA ഹക്സറുടെ മകളാണ് നന്ദിത ഹക്സർ. എന്ന് പറഞ്ഞാൽ മതമൂലികവാദത്തിന് യാതൊരു ലക്ഷണവും ഇല്ലാത്ത ഒരു ശുദ്ധ സെക്യുലർ മതേതരവാദിയാണ്. അവരാണ് ഈ രണ്ടാമത്തെ പുസ്തകം. രണ്ടിലും പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഭരണകൂടവും മാധ്യമങ്ങളും പോലീസും പട്ടാളവും കോടതിയും RSSും BJPയും കാലങ്ങളായി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന കള്ളക്കഥകൾ, ദുരൂഹമായിട്ടുള്ള കള്ളക്കഥകളുടെ മുഖാവരണങ്ങൾ പറിച്ചു ചീന്തുന്ന രേഖകളാണ് ഈ 2 പുസ്തകങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് മുംബൈ അറ്റാക്ക്. എപ്പോഴാണ് മുംബൈ ആക്രമണം നടക്കുന്നത്? അതിന്റെ സമ്മർദ്ദം എപ്പോഴാണ്? അത് ആലോചിച്ചു നോക്കും. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ പിന്നിൽ നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ വേട്ടയാടപ്പെട്ട, മുസ്ലിം സംഘടനകൾ വേട്ടയാടപ്പെട്ട ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഭിനവ് ഭാരത് എന്ന് പറയുന്ന RSSന്റെ ഭീകര സംഘടനയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഹേമന്ത് കർക്കരെ എന്ന് പറയുന്ന പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥൻ വെളിച്ചത്ത് കൊണ്ടുവന്നു.